ഇറങ്ങല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറ്റുന്ന ഒരു അമ്പല ദർശനം കഴിഞ്ഞ് ഞങ്ങൾ എക്സിബിഷൻ കാണാൻ വേണ്ടി പോവാണ്. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും മറ്റൊരു കിടിലൻ വീഡിയോയ്ക്ക് സ്വാഗതം. എന്താണെന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതല്ലേ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഗൈസ്, പുതിയ കണ്ണാടിയൊക്കെ മേടിച്ചു. ഇതാ കുഞ്ഞാറ്റി ഉണ്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. എൻ്റെ ഫാമിലി ഒരു 10-17 പേരിൻ്റെ അടുത്ത് ആളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു തിങ്കളാഴ്ച ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഫുഡ് ഒക്കെ വെച്ച് ഫുള്ള് പരിപാടി പ്ലാനാണ്. ഇപ്പോൾ ഞങ്ങൾ കുതിരാൻ അമ്പലത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണ്. ഞാനും പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പോൾ എന്തായാലും പ്രാർത്ഥിച്ച് വന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഈ പരിപാടി എങ്ങനെയാണ് ഇതായിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ നമ്മുടെ മനുശേഷിയാണ്. എന്താണ് എവിടേക്കാ പോയി മനുശേഷി? നിങ്ങൾ എവിടെ മിസ്റ്റർ മനുമോൾ? ആ എവിടേക്കാ പോയി? ഇങ്ങനെ എന്താണ് എങ്ങനെ പോയി? ആരൊക്കെ കൂടിയിട്ട്? ആ അതെ, ഇവര് കുടുംബശ്രീ പെണ്ണുങ്ങളെല്ലാവരും കൂടെ പോയപ്പോൾ അപ്പോൾ ഇവിടെ ഫയറായി. അങ്ങനെ ഞങ്ങൾ ഫാമിലി ട്രിപ്പും കൂടെ പോകാമെന്ന് പ്ലാൻ ആവുകയാണ്. പ്ലാനായിട്ട് നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ ആയി. ഇങ്ങനെ തിങ്കളാഴ്ചയായി ഇന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വലിയ അങ്ങനെയല്ല, നമ്മളിങ്ങനെ തൃശ്ശൂരൊക്കെ പോയി ബീച്ചൊക്കെ പോയി പിന്നെ തൃശ്ശൂർ അമ്പലമൊക്കെ പോയി ഇങ്ങനെ ഫാമിലി ആയിട്ട് നമ്മളൊരു 10-17 പേര് എല്ലാവരും കൂടെ ഇങ്ങനെ കറങ്ങുക, എന്നിട്ട് അതിങ്ങനെ കാണുക, എന്നിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക. ഇതാണ് പരിപാടി. അപ്പോൾ ഞങ്ങൾ കാലത്ത് തന്നെ ഫുള്ള് സെറ്റാണ്. ഇന്നലെ എനിക്ക് തോന്നുന്നു ഞാനൊരു റീൽ ഇട്ടിട്ടുണ്ടാവും, അത് നിങ്ങൾ ഇതിന് മുന്നേ കാണാനുള്ള ചാൻസ് ഉണ്ട്. ആ റീൽ നമ്മൾ കുക്ക് ചെയ്യണ കുറച്ച് വീഡിയോസ് ഉണ്ട്. തലേ ദിവസം ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരേ പണിയായിരുന്നു എല്ലാവരും. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ ഫുള്ള് ഫുഡൊക്കെ ആക്കിയിട്ട്, ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാം, കാലത്തേക്കും ഉച്ചത്തേക്കും ഫുഡാക്കിയത്. അതായത് ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് എന്നൊക്കെ പറയില്ല. ഇതേണ്ട, ഇത് ഉച്ചയ്ക്കുള്ള ബിരിയാണി, ഇതാ കണ്ടോ, ഉച്ചയ്ക്കുള്ള നെയ്ച്ചോറ്, ഇത് കുറുമ, അതുപോലെ നമ്മളങ്ങനെ കുറേ സംഭവങ്ങളായിട്ട് ഫുള്ള് സെറ്റായിട്ട് ഇറങ്ങിയിരിക്കണം. വൈകുന്നേരം മാത്രം നമ്മൾ മിക്കവാറും ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ ബ്യൂട്ടിഫുള്ളായിട്ട് കാഴ്ചകൾ നമുക്ക് കണ്ട് പോകാം. ഒരു ഫാമിലി ഞങ്ങളെല്ലാവരും കൂടെ എങ്ങനെയാണ് അടിച്ച് പൊളിക്കുന്നതെന്ന് കാണാം. ഇപ്പോൾ കുതിരാൻ വന്നിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് കിടക്കാൻ കഴിയില്ല, ഇനി തിരിച്ചു തന്നെ പോകണം കേട്ടോ. ഇതിൽ വെള്ളമുണ്ട് ഡി, ഇത്തിരി വെള്ളം താടി ചെയ്തത് മിക്സാക്കി ഇതാക്കാൻ ഉണ്ടോ? ഓക്കെ, പ്രാർത്ഥിച്ച് ഭഗവാനെല്ലാം പറഞ്ഞ് വന്നിരിക്കുകയാണ്. അടിപൊളിയുണ്ട്, കൊള്ളാം, സൂപ്പർ, കൊള്ളടാ. പോണ്ടേ? ഓ എല്ലാവരും നിൽക്ക്, ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്ക്. ഇവിടെ സെൽഫി എല്ലാവരും കൂടെ ഒരു ഫോട്ടോ. ചേട്ടാ നിങ്ങളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് നിൽക്കാനേ പറ്റില്ല, അവിടെ നിൽക്കണം. നിങ്ങൾ ഒരുമിച്ച് നിന്നോ, ബാക്കിൽ നിന്നോ. അമ്മ ഇറങ്ങ്, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറ്റേണ്ട ഒരു നിക്ക് എല്ലാരും കാണുന്നത്. ഹൈറ്റിന് ഫ്രണ്ടില് വാ, ഹൈറ്റില്ലാത്തവരൊക്കെ ഫ്രണ്ടില് വാ, ഹൈറ്റില്ലാത്തവരൊക്കെ വടക്കുന്നാഥ ടെമ്പിൾ അല്ലേ? അങ്ങനെ വടക്കുന്നാഥ ടെമ്പിളിൻ്റെ അവിടെ എത്തിയിട്ട് നമ്മളെല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് എവിടേക്ക് വരുന്നേ? എവിടേക്ക്? ബാബു അമ്പലത്തിൽ പോകണല്ലേടി? പോയി പ്രാർത്ഥിച്ചിട്ട് വേട്ടാ. ആ ശരി. അപ്പോൾ എല്ലാവരും പോയിട്ട് അമ്പലത്തിൽ പോയി തൊഴിൽ തരാനാണ്. വരും അങ്ങനെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എക്സിബിഷൻ കാണാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം. 10 മണിക്കാണ് തുറക്കണമെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 40 രൂപ വരുന്നുണ്ട്. പിള്ളേർക്ക് ടിക്കറ്റ് വരും. ഞാൻ അവിടെ പോയി നോക്കിയിട്ട് കറക്റ്റ് പറഞ്ഞുതരാം. പോണം പറയിങ്ങനെ കുറേ നേരമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് തിരിയാൻ ഇഷ്ടം പോലെ സാധനങ്ങളാണ്. ഒന്നും കിട്ടാത്തില്ല. നടന്ന് തളർന്നു ഞാൻ. എല്ലാവർക്കും മതിയായി. ഇപ്പോൾ വേഗം നടന്ന് അതിൽ ഇറങ്ങാന്നുള്ള പരിപാടിയാണ്.
സീനിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മളില്ലേ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എക്സിബിഷൻ കണ്ട് എൻ്റെ കിളി മാറി. നമ്മൾ ബീച്ച് വന്നിരിക്കണം കേട്ടോ. എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ എത്തി ആകെ സീനിട്ടാ. ബീച്ചിലെത്തി കാഴ്ചകളൊക്കെ കണ്ടവിടെ കുറച്ച് നേരം ആസ്വദിക്കും. നട്ടുച്ച വെയിലായി പോയി. നമ്മൾ മിക്കവാറും വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും കേട്ടോ. ചാടറി അതിൽ കയറിയിട്ട് വെള്ളത്തിൽ. അപ്പുറത്ത് നോട്ടി ഉണ്ടാക്കേണ്ടി കാണില്ല കേട്ടോ നിങ്ങളെ. അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മളെ പറയാം. കോൺട്രാക്ട് ആർമുതിച്ച് തകർത്ത് കഴിഞ്ഞു. ബീച്ചിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. നമ്മളിവിടെ നിന്ന് തിരിച്ച് ഇറങ്ങാനുള്ള നോക്കട്ടെ, അറിയില്ല എന്താ വൈബെന്ന് അറിയില്ല. ഞാൻ എത്ര നേരം മതിയായി കളിച്ച്. അപ്പോൾ അതാ തിരിച്ചിങ്ങനെ കയറി. ഇനിയിപ്പോൾ നേരെ പോവാം, ഡ്രസ്സ് മാറ്റാം, അടുത്ത പരിപാടി ഒന്ന് നോക്കാം. കുറേ കാലത്തിന് ശേഷമാണ് ഈ വീഡിയോസ് എടുക്കുന്നത്. ലോങ് വീഡിയോസ്. ഒരു ബ്രേക്ക് വന്നു. നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ലൈവും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. വീഡിയോസൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഒരു ഫാമിലി ആയിട്ട് വെറുതെ ഞങ്ങൾ ഒരു പരിപാടിയില്ല, വെറുതെ എവിടെയെങ്കിലുമൊക്കെ ഫാമിലിയായിട്ട് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയപ്പോൾ എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ്. കുഞ്ഞു വീഡിയോ പറഞ്ഞാൽ എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ അമ്മയും എൻ്റെ ഏട്ടന്മാരും ഒക്കെ ആയിട്ട്, അതായത് എൻ്റെ അച്ഛൻ്റെ ഫാമിലിയാണ്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ പോയത് തൃശ്ശൂർ പൂരത്തിൻ്റെയൊക്കെ മുന്നാണ്. അന്നാണ് നിങ്ങൾ എക്സിബിഷൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാകുക. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള നോർമലായിട്ടുള്ള ഇനി വീഡിയോസ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോക്കാണ് എല്ലാവർക്കും ബൈ ബൈ.